ബ്രോ ഇതെന്തോ ഇവിടെ ഒന്നും പറയുന്നില്ല ഇവിടെ ചോദിച്ചിട്ട്. ആ ചെറിയൊരു വീഡിയോ ഒക്കെ അവിടെ നിന്ന് വിളിച്ചു തുടങ്ങി ബ്രോ. ഡിലേ ആണ്, അവിടെ വിളിച്ചു തുടങ്ങി. ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ പിന്നെയും വന്നേക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ്. സ്ഥിരമല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തില്ല. സൊമാറ്റോ വ്ളോഗ് കണക്ക് നമ്മൾ കണ്ടിന്യൂസ് ഡെയിലി വീഡിയോ ഇടാനുള്ള സെറ്റപ്പാണ്. ഡെയിലി ഇടാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ 1-2 വീഡിയോയിൽ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ അതാണൊക്കെയുള്ള വീഡിയോ. ഇന്ന് കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് വലിയ റെസ്പോൺസും അങ്ങനെയുള്ള ഐറ്റംസും ഒന്നും ഇല്ലായിരുന്നു. വീഡിയോയ്ക്ക് റെസ്പോൺസ് കുറവായിരുന്നു. നമ്മൾ സാധാരണ എന്തായാലും ഒരു മാസത്തോളം വീഡിയോ ഇടാതിരുന്നതുകൊണ്ടായിരിക്കും റെസ്പോൺസ് ഇല്ലാത്ത. ഇന്ന് നമ്മൾ അത് കണക്ക് ഇന്ന് സൊമാറ്റോ ഓടാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ബാഗെല്ലാം സെറ്റാക്കി വണ്ടി ചാർജ് 90% ഉണ്ട്. 971 കിലോമീറ്റർ ഇതുവരെ നമ്മൾ വണ്ടി ഓടിയിട്ടുണ്ട്. ഇപ്പം വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പം ഇനി നമുക്ക് കറൻലി ഇനി ഓടാൻ പറ്റുന്ന കിലോമീറ്റർ 151 കിലോമീറ്റർ ഓടാൻ പറ്റും. ഞാനിപ്പോൾ ബുക്ക് ചെയ്ത് കിക്കുന്ന 6 മണി ടു 7 മണിയുടെ 6 മണി ടു 9 മണി 10 മണി വരെ ഗിഗാണ്. 11 മണിയുടെ ഗിഗ് ബുക്ക് ചെയ്തിട്ടില്ല. എന്തായാലും പറ്റുമെങ്കിൽ ചാർജ് ബാക്കിയുണ്ടെങ്കിൽ 11 മണിയുടെ ഗിഗ് കൂടെ ബുക്ക് ചെയ്ത് ഇന്ന് നമുക്ക് ഏണിങ്സ് എത്ര കിട്ടുമെന്ന് പറയാം. ഇന്നിപ്പോൾ 0 ആണ്. ഇന്നിപ്പോൾ ഡേറ്റ് വരുന്നത് 8-ാം തീയതി. 8-ാം തീയതി ശനിയാഴ്ചയാണ്. 2025 നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. സമയം ഇപ്പോൾ ഒരു 17:35 എന്ന് വെച്ചാൽ 5:35 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 5:35 അല്ല 5:55 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് ഓൺലൈൻ ആവാൻ വേണ്ടി ഒരു 5 മിനിറ്റും കൂടെ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്തായാലും ഓടിച്ചെല്ലും. അപ്പം നേരെ ഓൺലൈൻ ആയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇതാണെന്നുള്ള വെറൈറ്റി വീഡിയോസ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്ന് വെച്ചാൽ സൊമാറ്റോ വീഡിയോസും അങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ടന്റ് ഇപ്പം പ്ലാനുണ്ട്. ഓരോ വീഡിയോസ് ചെയ്യണമെന്ന് പ്ലാനുണ്ട്. അപ്പം പയ്യെ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. പിന്നെ അപ്പം കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ ഇനി സൊമാറ്റോ ഓൺലൈൻ ആക്കണം. ഇനി ഇവിടുന്ന് 2-3 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് തെറിക്കാം. അപ്പോൾ ശരി ഗൈസ്, അങ്ങനെ നമ്മൾ ഓൺലൈനിൽ ആവാനുള്ള ടൈം 1 മിനിറ്റും കൂടെ ഉള്ളു. നമുക്ക് 45 മിനിറ്റ് മുമ്പ് ചെയ്യാമായിരുന്നു. എന്തായാലും അങ്ങനെ പറയുകയാണെങ്കിൽ ടൈം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി ഓൺലൈൻ ആയേക്കാം. പക്ഷെ നല്ല ട്രാഫിക് ഉണ്ട്. എന്തോന്ന് പറയാം, ഇവിടെ പെരുന്നാളാണ്, പള്ളി പെരുന്നാളായതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ട്. സാധാരണ ഇതേ ടൈമിലൊന്നും ഇവിടെ ആരും ഇല്ലാത്ത. ഇപ്പം മിക്കവാറും ഫോട്ടോ ചോദിക്കും. കണ്ടാ, ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റോഡിൻ്റെ സൈഡ് വല്ല ഒതുക്കാം. പാട്ടൊക്കെ വെച്ച് ഒരു വൈകിട്ട് 6 മണിക്ക് ചെയ്യാൻ പറ്റിയ സത്യം പറഞ്ഞാൽ സൊമാറ്റോ നല്ലൊരു ജോബാണ്. ഞാൻ പണ്ട് ഒരു വർഷം മുമ്പ് കണ്ടിന്യൂസ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഓടിക്കൊണ്ടിരുന്നത്. രാവിലെ ഒന്നെന്ന് വെച്ച് ഉച്ചമണി തൊട്ട് വൈകിട്ട് വരെ ഓടിക്കൊണ്ടിരുന്നതാണ് ഇത്. പിന്നാണ് ഇത് നിർത്തിയത്. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഓൺലൈനിൽ ആയിട്ടുണ്ട്. നമ്മൾ 9 മിനിറ്റ് താമസിച്ചെന്നാണ് പറഞ്ഞ് കാണിക്കുന്നത്. പക്ഷേ കറക്റ്റ് 6 മണിക്ക് തന്നെ നമ്മൾ ലോയിൻ ആയിട്ടുണ്ട്. നമുക്കൊരു 5:45 ലോയിൻ ആവാമായിരുന്നു. പക്ഷേ നമ്മൾ കറക്റ്റ് 6 മണിക്കാണ് ആയത്. നമ്മൾ വെച്ചാൽ വണ്ടിക്ക് ചാർജ് കുറവായിരുന്നു, ചാർജ് കുത്തിയിട്ടിരുന്നുണ്ട്. അപ്പം നമ്മൾ കറക്റ്റ് 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 5:40 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 5:50 വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ കറക്റ്റ് 6 മണിയായി ഓൺലൈൻ ആയിട്ടുണ്ട്. ഇനി എന്തായാലും ഓർഡർ അടിക്കണം. ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഓർഡർ എന്നൊക്കെ ചുമ്മാ പറഞ്ഞാണ്. പക്ഷേ ഇവിടെ നിന്ന് ഒരു ഓർഡർ പോയിട്ട് ഒന്നും അടിക്കത്തില്ല സത്യം പറഞ്ഞാൽ. നമുക്ക് ഇനി ചിന്നക്കട അന്ന് തന്നെ ഞാനൊരു എല്ലാ ദിവസവും 1 മണിക്കൂർ 45 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഓർഡർ തന്നെ അടിക്കുന്നത്. പക്ഷെ അടിച്ച് തുടങ്ങിയാൽ പിന്നെ ഒരു രക്ഷയില്ലാത്ത അടി അടിക്കും. കൊടുക്കേണ്ടതാണ് അവസാനം. അടുത്ത ഓർഡർ അടിച്ചുകൊണ്ടേയിരിക്കും. ഒരു 10-9 വരെ അങ്ങനെ ഒരു ഓർഡർ കിട്ടും. പക്ഷേ അതിനുശേഷം ഓർഡർ ശോകമെന്നല്ല, കിട്ടുന്നില്ല, ഓർഡർ കിട്ടുന്നില്ല. പിന്നെ ഒന്നാമത്തേമാർ കിലോമീറ്റർ റേഞ്ച് കട്ട് ചെയ്താണ്. ഞാൻ ആദ്യം ഒരു വർഷം മുമ്പ് കൂടെ ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ 11 മണിക്ക് ശേഷം ഓടിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ഗിഗ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ 3 കിലോമീറ്റർ 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാലും തന്നെ നമുക്ക് 50 രൂപ അടുപ്പിച്ച് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനൊന്നും ഇല്ല. 50 പോയിട്ട് ആ ഓരോ ഓർഡറിന് തന്നെ. പക്ഷേ അതിപ്പോൾ ഒരു 12 മണിക്ക് ശേഷം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ 12 മണിക്ക് ശേഷം ആരും ഓർഡർ നിൽക്കാനാണെന്ന് വെച്ചാൽ ആരും ഫുഡ് മേടിക്കാനാണ്, എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന ടൈം. പിന്നെ സൂക്ഷം കുറച്ച് പേര് മാത്രമേ 12 മണിക്ക് ശേഷം ഫുഡ് മേടിച്ചെന്ന് പറയാം. അല്ലാതെ ഫുഡൊന്നും ആരും മേടിക്കുക. ഇനി ഇവിടുന്ന് കൂടുതൽ കാര്യമൊന്നും പറയുന്നില്ല. പിന്നെ ഓല എടുത്തതിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് 974 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ 1000 കിലോമീറ്റർ നമുക്കൊരു വീഡിയോ എന്തായാലും സെറ്റാക്കാം. ഉടനെ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും.
പിന്നെ ഓല എടുക്കാൻ പോയപ്പോൾ ഭയങ്കര നെഗറ്റീവൊക്കെ ആയിരുന്നു. എല്ലാവരോടും പറയുമ്പോൾ ഓല പൊട്ടിത്തെറിയാണ്, കംപ്ലൈൻ്റ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ നമ്മൾ ഒരു ഇലക്ട്രോണിക് സാധനം യൂസ് ചെയ്യുന്നതാണെങ്കിൽ യൂസ് ചെയ്യണം. അല്ലാതെ നമ്മളൊരു റഫായിട്ടൊരു ബൈക്ക് യൂസ് ചെയ്യുന്നതാണെങ്കിൽ യൂസ് ചെയ്താൽ കംപ്ലൈൻറ്റ് വരും. വെയിലത്തുകൊണ്ട് വെക്കുകയും പിന്നെ ചാർജ് കുത്തിയിട്ടിട്ട് എന്ന് വെച്ചാൽ മഴ നനയാതൊക്കെ യൂസ് ചെയ്യണം. ചാർജ് കുത്തിയിട്ട് ചിലവർ മഴയത്തൊക്കെ കൊണ്ട് ചാർജ് കുത്തിയിട്ടൊക്കെ വെക്കും. അങ്ങനൊന്നും ഒരിക്കലും ചെയ്യില്ല. ഇത് ഇലക്ട്രോണിക് കമ്പോണൻസ് അല്ലേ ഇതിൻ്റെ അകത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം സൂക്ഷ്മമായ സാധനങ്ങളാണ്. അപ്പം അടിപൊളിയായിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ കിട്ടുമായിട്ട് പോവുകയും ചെയ്യും. പിന്നെ ഇവരെ സർവീസ് ചെറിയ ലാഗുണ്ട്, അതിപ്പോൾ പുരോഗമനമായി വരുന്നുണ്ട്. എനിക്കിതുവരായിട്ട് ഒരു പണിയൊന്നും വന്നിട്ടില്ല. പിന്നെ ഇതിന് പീരിയോഡ് സർവീസ് ഇല്ല. സത്യം പറഞ്ഞാൽ ഇലക്ട്രോണിക് സാധനത്തിന് പീരിയോഡ് സർവീസിൻ്റെ ആവശ്യമില്ല. പിന്നെ ബ്രേക്ക് പാഡ് അങ്ങനെയുള്ള മാറുവാണെങ്കിൽ മാത്രം കൊണ്ട് ചെന്നാൽ മതി. ഇപ്പം BMW ഇല്ല കാറാണെങ്കിലും പോലും അതിന് പീരിയോഡ് സർവീസ് ഇല്ല, വർഷത്തിൽ ഒരിക്കലാണ്. ഇപ്പോൾ ടയറും ബ്രേക്ക് പാഡും അങ്ങനെ മാറിയാൽ മതി. അപ്പം ഇതിന് പീരിയോഡ് സർവീസിൻ്റെ ആവശ്യമില്ല. എന്തോ മോട്ടർ ഊരി അഴിച്ച് ക്ലീൻ ഒന്നും ഒരു ഷോറൂമും ചെയ്യത്തില്ല. പീരിയോഡ് സർവീസ് എന്ന് പറഞ്ഞ സാധനം കൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ടൈറ്റ് ചെയ്യാൻ അത്ര അതിന് വിടും. അപ്പം അതിന് ഞാൻ യോജിക്കുന്നില്ല. പീരിയോഡ് സർവീസ് വേണമെന്നൊന്നും ഞാൻ പറയുന്നതൊന്നുമില്ല. പക്ഷേ നമ്മളൊരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരാൻ നോക്കണം. അത് എല്ലാ ഷോറൂമിലും ഉണ്ട്, ഇതിന് മാത്രമല്ല. അതുകൊണ്ട് വലിയ വണ്ടി അടിപൊളി വണ്ടി, ഒരു രക്ഷയില്ല. പക്ഷേ ഇവരെ സർവീസ് ചെറുതായിട്ട് ശോകമാണ്, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ആദ്യം ചേതക്ക് എടുക്കാനാണ് പോയത്. ചേതക്കാണെങ്കിൽ ഓവർ പ്രൈസാണ്. ആ പ്രൈസിന് വണ്ടി ഉണ്ടോ എന്ന് വെച്ചാൽ അതിലും പ്രൈസ് കുറഞ്ഞ് ഓല നല്ല ഫീച്ചറോടെ എനിക്ക് ഇടും. ചേതക്കിന് 1.40-1.45 അടുപ്പിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് അതേ സ്ഥാനത്ത് 1.18 എല്ലാം കിട്ടും. അതിനും 45 പറഞ്ഞെങ്കിൽ എക്സ്ട്രാ നല്ലൊരു എമൗണ്ട് കൊടുക്കണം. ടെക് പാക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ടെക് പാക്ക് ആഡ് ചെയ്താൽ പോലെ അത് കിട്ടത്തുള്ളൂ നമുക്ക്. ഇതിൻ്റെ അകത്ത് ടെക് പാക്ക് അങ്ങനെയുള്ള ഐറ്റമോ ഓലയ്ക്ക് അങ്ങനെ ഒരു സീനേ ഇല്ല. അവരെന്തോ ആ ഫീച്ചർ ഇറക്കുന്ന ആ ഫീച്ചറെല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് എനേബിൾ ആയിരിക്കും. അല്ല എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് അങ്ങനെ ചെയ്യണ്ട. പിന്നെ ഇതിൻ്റെ അകത്ത് ഹൈപ്പർ ചാർജ് ഇല്ലെന്ന് പറയുന്നു. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാൻ കുത്തിയിടാനൊന്നും ചെന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അതുകൊണ്ട് അറിയാത്ത നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇനി കൂടുതൽ പറയുന്നില്ല. എന്തായാലും ചെന്ന് നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം ശരി എന്നാൽ ഗായ്സ്, അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഓർഡർ അങ്ങനെ അടിച്ചിട്ടുണ്ട്. 21 രൂപയാണ് ഓർഡർ. ആപ്പാട് 1.8 കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് ഡ്രോപ്പിംഗ് ലൊക്കേഷൻ. ഹോട്ടൽ വരുന്നതെന്ന് വെച്ചാൽ നിന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ. അതുകൊണ്ട് അത് കുഴപ്പമില്ലായിരുന്നു. നമുക്ക് ഇനി പിക്ക് ചെയ്തിട്ട് വരാം. ബ്രോ 73.99. ബൈ 71.99. ബ്രോ ഇതെന്തോ ഇവിടെ ഒന്നും പറയുന്നില്ല. ഇവിടെ ചോദിച്ചിട്ട് ആ ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാം. അല്ല ചാനലുണ്ട്. അവിടുന്ന് വിളിച്ചു തുടങ്ങി ബ്രോ. ഡെലയാണ്. അവിടെ വിളിച്ചു തുടങ്ങി. ഇത് എന്തോ ആയില്ല. ഇത് ഈ ഓർഡർ എന്തുവായി ഗൈസ്? അങ്ങനെ ഫുഡ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പെട്ടെന്നുണ്ട്. ആപ്പാട് 3 മിനിറ്റ് ഡിലേ ആയിട്ടുണ്ട്. പിക്കഡ് ഓർഡർ കൊടുത്ത് നമുക്കിനി തെറിക്കാൻ പെട്ടെന്ന്. ഇട്ടിട്ട് താക്കോല് ഗൈസ്, നമുക്ക് ഓർഡർ അടിച്ച് ചെയ്യുന്നത് ഷേക്കാണ്. ഷേക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഇനി കൊടുക്കാനുള്ള ഡ്രോപ്പിംഗ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ 1.8 കിലോമീറ്റർ ഉണ്ട്. അത്യാവശ്യം ഇതായി ഡിലേ ആയിട്ടുണ്ട്. സാധനം കിട്ടാൻ താമസിച്ചിട്ടുണ്ട്. ഈ ഗൂഗിൾ മാപ്പാണ് തേപ്പ്. ഗൈസ്, അങ്ങനെ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. കസ്റ്റമർ ആരുമ്പോൾ ഫുഡ് ഓർഡർ ചെയ്താ
ഗൈസ് അങ്ങനെ നമുക്ക് കസ്റ്റമറെ കിട്ടിയിട്ടുണ്ട്. ബ്രോ ഗൂഗിൾ പേ ആണോ? ഓക്കെ ബ്രോ. നമുക്കിനി അടുത്ത നെക്സ്റ്റ് ഓർഡർ ക്ലിക്ക് ചെയ്തിടാം. അതൊക്കെ ഈ ഫോട്ടോ എടുക്കുന്ന ഒന്നാമത്തെ എടുത്ത് പെരുപ്പടിക്കുന്നത് വെച്ചാൽ ഈ വെച്ചേക്കുന്ന ഇയർഫോൺ, ഈ ബ്ലാക്ക് ക്ലോർ എല്ലാം വലിച്ച്, ഹെൽമെറ്റ് എല്ലാം വലിച്ച് റോഡിൻ്റെ സൈഡിൽ നിന്ന് ഊരി ഫോട്ടോ എടുത്ത് പിന്നെ അത് വലിച്ചിടുമ്പത്തേന് എൻ്റെ ഒരു സമയമാവും. നമ്മളൊക്കെ ഈ സോണിൻ്റെ പുറത്തിറങ്ങിയിട്ടായിരിക്കും ഇങ്ങനെ നമുക്ക് ഓർഡർ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് സോണിൽ കയറി അടുത്ത ഓർഡർ അടിക്കാനാണ് നോക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഇവർ ഈ കടന്നു നോക്കുക. അതിനെന്തായാലും ഒരു 10 മിനിറ്റോളം പോകും. അപ്പോൾ ആപ്പാട് നമുക്ക് 2-3 മണിക്കൂർ അതിൻ്റെ അകത്ത് ഓടാൻ കിട്ടും. അതിൻ്റെ അകത്ത് അരമണിക്കൂർ ഇമാര് ഇത് തന്നെ, അരമണിക്കൂറല്ല ഫുൾ ടൈം ഓരോ ഓർഡർ കൊണ്ടു കൊടുത്ത് അടുത്തതിന് അമ്മ ആ ക്യാമറ എടുത്തുകൊണ്ട് ഫോട്ടോ എടുക്കുക, അതെടുക്കുന്നത്. ആദ്യമേ നമ്മൾ 1 വട്ടം കൊടുത്താൽ മതി, 100 വട്ടം കൊടുക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിഞ്ഞുകൂടാത്ത. അപ്പോൾ നമ്മളെന്തായാലും ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടി 22 രൂപയാണ്. 22 രൂപയിൽ നമുക്ക് അത് മറ്റേ ക്യാഷ് ഓൺ ആയിരുന്നു. ക്യാഷ് ഓൺ അവർ തന്നെ ഗൂഗിൾ പേ ചെയ്തു. 104 രൂപ അവർ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്, കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഗൈസ്. പിന്നെ നമുക്ക് അടുത്ത് തന്നെ ചിന്നക്കടയിൽ ഒന്നെങ്കിൽ ഗീത ഹോട്ടൽ, അല്ലെങ്കിൽ ബീയിങ് ഹോട്ടൽ, അല്ലെങ്കിൽ റഹ്മത്ത്, ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് എന്തായാലും ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ ഓർഡർ അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ റൂട്ട് തന്നെ പിടിച്ച്. ഈ റൂട്ട് നേരെ നമുക്ക് പള്ളിമുക്ക് ആ ഒരു ഏരിയയിൽ, 2-ാം കുറ്റി ഏരിയയിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നല്ല ഓർഡർ ഉണ്ട്. അതായത് കൊച്ചു ഓർഡറല്ല, അത്യാവശ്യം 40, 50, 60, 80 രൂപയുടെ ഓർഡറൊക്കെ വരെ ഇടയും. അപ്പോൾ ആ റൂട്ട് പിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല. നമ്മൾ ഈ കൊല്ലം ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഓർഡർ അടിച്ച് പോകുന്നതായിരിക്കും. സാധാരണ ഇന്നലെ ഇതേ ടൈമിൽ നമുക്ക് നല്ല ഓർഡർ ഉണ്ടായിരുന്നു. നല്ല ഓർഡർ എന്ന് മീൻസ് ഉദ്ദേശിച്ചത് അടുത്തത് കൊണ്ടു കൊടുക്കുമ്പോൾ തന്നെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ ഓർഡർ അടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്ര നേരം ഞാൻ കൊണ്ടു കൊടുത്തിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഇതിനായിട്ട് അടുത്ത ഓർഡറും കിട്ടിയില്ല. ആദ്യത്തെ ഓർഡറാണെങ്കിൽ നമുക്ക് 22 രൂപയ്ക്കാണ് കിട്ടിയത്. ഇപ്പം നമ്മൾ കയറിയിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കിട്ടിയ എമൗണ്ട് എന്നാൽ വെറും 22 രൂപയാണ്. അപ്പം ഓർഡറൊക്കെ ശോകമാണ്, കിട്ടുന്നുണ്ട്. പക്ഷേ നല്ല ആൾക്കാരുണ്ട്, സൊമാറ്റോ ഓടാൻ വേണ്ടി നല്ല ആൾക്കാരുണ്ടായതുകൊണ്ട് ഓർഡർ സൊമാറ്റോനെ എല്ലാവർക്കും കൊടുക്കണ്ടേ. അതുകൊണ്ട് തന്നെ അവർ തന്നെ കഷ്ടപ്പെട്ടാണ്, അതിനനുസരിച്ച് ഓർഡറില്ല. പണ്ടത്തെ കണക്ക് ആരും ഓർഡറൊന്നും സൊമാറ്റോ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ ഗൈസ് അങ്ങനെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിരുന്നു. പക്ഷേ ഈ ക്യാമറയുടെ വന്നത്തിൽ നമ്മൾ ഓർഡർ അപ്സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓർഡർ വളരെ റെഡി ആയിരിക്കും. നമുക്കിനി പിക്ക് ചെയ്താൽ 56 രൂപയുടെ ഓർഡറാണിത്. നമുക്കിത് ഓർഡർ പിക്ക് ചെയ്തിട്ട് വരാം. റെഡിയാണ്. ഓക്കെ, അല്ല 6.2 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഫ്രണ്ടിലോട്ടാണോ ബാക്കിലോട്ടാണോ? നേരെയാണ് പോകേണ്ടത് ഗൈസ്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത കസ്റ്റമറുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒരു 50 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വീട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്നിട്ട് തന്നെ കസ്റ്റമറെ ഒന്ന് വിളിച്ച് നോക്കാം. പെട്ടോ ഞാൻ സൊമാറ്റോ എന്നാണ്, ഞാൻ കറക്റ്റ് ലൊക്കേഷൻ എത്തി. ജംഗ്ഷനില്ലേ പിന്നെ എവിടെ? ഒന്ന് പുറത്ത് റോഡിലോട്ട് വരാവാ. റോഡ് ഹലോ ചേട്ടാ, ഈ സണ്ണി ഹിന്ദിക്കാരനാ? ഹിന്ദിയാ? എവിടെ ആണോ? എവിടെ ആയിട്ട് താമസിക്കുന്ന? അതാണോ സണ്ണിയാ? സണ്ണി ബായ്. സണ്ണിയാ? സണ്ണി സനുമു ആണോ സണ്ണിയാണോ? ഒന്ന് പുറത്തോട്ട് വരാവോ? ഒന്ന് പുറത്തോട്ട് വരാമോ? വേണ്ടേ കേട്ടോ. ओ भाई आप बेकरी वाला काम करते हैं? अब किधर रहता है? नीचे किधर है आप? किधर रहता है? मालिक ये वो ब्रिज का सामने है और इधर ही है. इधर किट्टी
ओके भाई गूगल पे नहीं है, गूगल पे नहीं है, चेंज ही नहीं है गूगल पे या ഓക്കെ. എല്ലാം നല്ല നല്ല കിലോമീറ്റർ ഉണ്ട് ഹോട്ടൽ. ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കൊടുത്തോണ്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് കൊടുക്കാൻ നേരത്തൊരു കോമഡി, ഒരു നിങ്ങൾ കേട്ട് കാണുമല്ലോ, ഒരു ചേട്ടൻ വന്ന് എന്തുവാ എന്ന് വെച്ചാൽ ഒരു ബംഗാളിയായിരുന്നു. അപ്പം അന്യ സംസ്ഥാനത്ത് വന്ന് ഇവിടെ ജോലി ചെയ്യണം. അപ്പം നമ്മളൊരു പെട്ടിയും ബാഗിൻ്റെ അകത്ത് എന്തോ ഒരു മൊബൈൽ ഓർഡറൊക്കെ വെച്ച് ചെന്ന് ചോദിച്ചപ്പോൾ അവർ വിചാരിച്ച് വേറെ എന്തൊക്കെയോ പരിപാടിയാണെന്നും പറഞ്ഞ് വന്ന് ചോദിച്ച് എന്തുവാന്ന് ജസ്റ്റ് സൊമാറ്റോയിൽ നിന്ന് ഫുഡാന്ന് പറഞ്ഞപ്പോഴേ അവർ പോയിട്ടുണ്ട്. അപ്പം നമ്മളെ നാട്ടുകാരെ ഒരു ഇതൊന്നും നിങ്ങൾക്ക് കണക്ക് കൂട്ടാമല്ലോ. ഒരു മനുഷ്യരൊരു ബാഗുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ നെഗറ്റീവും ഇതൊക്കെ തന്നെ. നമുക്ക് ചെറുതായിട്ട് ഈ ഓർഡർ തേപ്പായിരുന്നു, നല്ല ടൈമും പോയി. ഒന്നാമത്തെ ഇനി അടുത്ത സോണിക്ക് എന്ന് വെച്ചാൽ ഓർഡർ അടിക്കുന്ന ഒരു ഏരിയ വേണമെങ്കിൽ 5 കിലോമീറ്റർ ഇനിയും പോകണം. നമ്മൾ 5 കിലോമീറ്റർ ഇങ്ങോട്ട് ഓടി വന്ന് അങ്ങോട്ടും ഇനി 5 കിലോമീറ്റർ. നമുക്ക് ഈ ഒരു ഓർഡർ നഷ്ടമായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത ഓർഡറിന് വേണ്ടി നമുക്ക് നേരെ ഇനി ടൗണിലോട്ട് വേണം. ടൗണിൽ പോകണമെങ്കിൽ ഒരു 5.86 കിലോമീറ്റർ അടുപ്പിച്ച് ഇനിയും തിരിച്ചു പോകാൻ നമുക്ക് ടൗണിലോട്ട് കയറാൻ പറ്റും. അപ്പോൾ നേരെ ടൗണിൽ കയറിയിട്ട് അടുത്ത ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതായത് ഇനി വഴിയേ ഉള്ളൂ. നമ്മുടെ സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ ഓടുന്നതിന് കുഴപ്പമില്ല, പക്ഷേ സമയം പോകുന്നത് തന്നെയാണ്. സമയം പോയി കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ അടിക്കാം. മാക്സിമം കൂടി ഇപ്പോൾ ഒരു 10 മണി വരെ ഓർഡർ കിട്ടത്തുള്ളൂ. എന്തായാലും നമുക്ക് നേരെ ഇതാണെങ്കിൽ ലാംഗ്വേജ് അറിയാത്ത ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടു. ആ ചേട്ടനുണ്ടായതാണ് കറക്റ്റ്. ഇപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ ഇനി അവിടെ നിന്ന് കറങ്ങിയനെ. ഇവരെ ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയാൻ, എനിക്ക് ഹിന്ദി വലിയ പിടുത്തമൊന്നുമില്ല. ചെറുതായിട്ട് എന്തൊക്കെയൊക്കെയോ അവിടേക്ക് ഇവിടെയൊക്കെ മനസ്സിലാവും. മുറി ഹിന്ദിയൊക്കെ അറിയത്തുള്ളൂ. അപ്പം ലാംഗ്വേജ് മസ്റ്റാണ്. ലാംഗ്വേജ് എന്തായാലും ഹിന്ദി പഠിക്കണം. ഹിന്ദി ഇല്ല നടക്കത്തില്ല. അപ്പോൾ ഹിന്ദി ഗൈസ് അങ്ങനെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അടുത്ത ഓർഡർ നമുക്ക് അപ്സെറ്റ് ചെയ്തേക്കാം. അപ്സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാം. ലൊക്കേഷൻ വഴിയുണ്ടോ സാറേ അങ്ങോട്ട് പോയി? അങ്ങോട്ട് പോവോ വണ്ടി? പോലീസുകാരൻ വഴിയൊന്നും ഇല്ലെന്ന്. ഇപ്പൊ കിട്ടിയനെ ക്യാമറ, ഈ ഹെൽമെറ്റ് ക്യാമറ വെച്ചേക്കുന്ന തന്നെ പേടിച്ചാണ് വെച്ചേക്കുന്നത്. സീൻ എപ്പോഴാവുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഗൈസ് അങ്ങനെ നമ്മളിതാ എന്തായാലും ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. റെയിൽവേ ക്രോസിൽ പെട്ട് കിടക്കുകയാണ്. ഇനി ഇത് തുറന്നിട്ട് 1.1.5 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മളെ സ്ഥലത്ത്. ഗൈസ് അങ്ങനെ പിക്ക് ചെയ്യുന്നത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം, ഒന്നാമത്തെ കാര്യം നമ്മളില്ല റെയിൽവേ ക്രോസിൽ കിടന്ന് ഓർഡർ ഡിലേ ആയി. അതുകൊണ്ട് നമ്മളത് ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. പെട്ടെന്ന് പോയി പിക്ക് ചെയ്യുക. നമ്മളത് ഇനി 2.8 കിലോമീറ്റർ പെട്ടെന്ന് കൊണ്ട് കൊടുക്കുക. എന്താ വെച്ചാൽ ഡിലേ കാണിച്ച്, സൊമാറ്റോയും കാണിച്ച്, കസ്റ്റമർ കോൾ ചെയ്യുകയും ചെയ്തു എന്താ പറ്റിയ ഡിലേ. അപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും സൊമാറ്റോ ഇനി ഓർഡർ തരാൻ പാടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഡിലേ. ഗൈസ് അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത കസ്റ്റമറിൻ്റെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഫുഡ് എന്തായാലും പെട്ടെന്ന് സൊമാറ്റോ റീച്ചിലോ ലൊക്കേഷനുണ്ട് കേട്ടോ. ഹലോ, കേട്ടില്ല? ആ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. ഒരു
കണ്ടോ? ഓക്കെ എന്നാ എന്താ പറ്റിയെന്ന് പറയാം, സാധനം അടിക്കാതിരിക്കുന്നേ. ഓ, ഡ്രോപ്പിംഗ് ലൊക്കേഷൻ 16 കിലോമീറ്റർ. എന്തായാലും എടുത്തേക്കാം, കുഴപ്പമില്ല. എടുക്കേണ്ടത് ഗൈസ്. അങ്ങനെ നമ്മൾ ഓർഡർ റെഡിയാണ്. നമുക്ക് 13 പൊറോട്ടയും ചിക്കൻ കറിയും പോയി എടുത്തിട്ട് വരാം. നമുക്ക് എന്നിട്ട് പെട്ടെന്ന് തന്നെ കസ്റ്റമറിനെ കൊണ്ട് കൊടുക്കുകയും ചെയ്യാം. ഞാൻ ദാ ഗേറ്റിൻ്റെ വെളിയിൽ നിൽപ്പുണ്ട്. ഒരു കാർ പോച്ചിൽ കാർ കിടക്കുന്നുണ്ടോ? ആ, ഓക്കെ ഓക്കെ. ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നല്ല. ഇവിടെ തിരുവനന്തപുരം ആപ്പാട് 43-50 കിലോമീറ്ററുള്ള, എൻ്റെ വീട്ടിലോട്ടുണ്ട് 50 കിലോമീറ്റർ. ഇനി എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് തെറിക്കാം. ഇന്നത്തെ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പരിപാടി കഴിഞ്ഞ സമയം എന്താ ഇപ്പം 10:31 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെയായിട്ട് വീടെത്തിയിട്ടില്ല. ഇനി വീട്ടിലേക്ക് ഒരു 5-10 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. നമ്മൾ ഇതുവരെ ഇന്ന് ഓടിയ ഓർഡർ എന്ന് വെച്ചാൽ നമ്മൾ 6 ഓർഡർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. 6 ഓർഡർ കൊടുത്ത് അതിൻ്റെ അകത്ത് നമ്മൾ വർക്ക് ചെയ്ത റണ്ണിങ് ടൈം എന്ന് വെച്ചാൽ 2.44 എന്ന് വെച്ചാൽ 2.25 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. സമാറ്റ് 2.25 വർക്ക് ചെയ്ത എമൗണ്ട് കിട്ടിയെന്ന് വെച്ചാൽ 318 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ല ടിപ്പും അല്ലാതെ എല്ലാം കിട്ടിയിട്ടുണ്ട്. ടിപ്പ് താണ്ട് നമ്മൾ 39 രൂപ ഗിഗ് കംപ്ലീറ്റ് ചെയ്തതിനെല്ലാം അങ്ങനെയൊക്കെ ചോദിച്ച് നമുക്കെല്ലാം കൂടെ ഒരു 300-350 രൂപ അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഓർഡർ നഷ്ടമാണെന്ന് വെച്ചാൽ നഷ്ടമൊന്നുമില്ല. നമുക്ക് ബാക്കി ചാർജ് വരുന്നതെന്ന് വെച്ചാൽ 33% ഉള്ളൂ. നമ്മളെ ബാറ്ററി ഉണ്ടാകും. ബാറ്ററി 33%, 47 ഇനി നമുക്ക് റേഞ്ച് ഉണ്ട്. നമ്മളങ്ങനെ 1000 കിലോമീറ്റർ തികച്ചേക്കുവാണ് ഗൈസ്. 1000 കിലോമീറ്റർ തികച്ച 1544 കിലോമീറ്റർ ആയിട്ടുണ്ട്. എന്തായാലും ഇവർ പറയുന്ന കറക്റ്റ് കിലോമീറ്റർ എനിക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പം നേരെ ഇനി വീട്ടിലോട്ട് തെറിയില്ല. അപ്പോൾ റോഡിലാണ്. അപ്പം ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും എൻ്റെ വീഡിയോ ഇതിനൊക്കെയുള്ള വീഡിയോസൊക്കെ വേണം ജസ്റ്റ് അങ്ങനെ കമൻറ്റ് ഇട്ടാൽ നമുക്ക് ഇതിനൊക്കെ വീഡിയോസൊക്കെ സെറ്റാക്കാം. അപ്പം ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ സൊമാറ്റോയുടെ വീഡിയോ. അപ്പോൾ ഇതാണ് സൊമാറ്റോയുടെ വീഡിയോ ഒക്കെ നമുക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് അടുത്തടുത്ത വീഡിയോസായിട്ട് സെറ്റാക്കാം. ഇനി അടുത്ത് നമുക്ക് ഓലയുടെ ഒരു റിവ്യൂ കണക്ക് സംഭവം സെറ്റാക്കാം. അപ്പം ഗൈസ് ഒന്നും പറയാം. അപ്പോൾ ശരിയാണ്, നമുക്ക് ഇതിലും നല്ല വീഡിയോ അടുത്ത വീഡിയോ കാണാം. അപ്പം ശരിയാണ്, ഗുഡ് ബൈ.